കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് അഖിലേന്ത്യാ വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്തും തൃശ്ശൂരിലും മാത്രമല്ല അഖിലേന്ത്യാ വ്യാപകമായി തന്നെ AIKSന്റെയും മറ്റു പല സംസ്ഥാനങ്ങളിലെ SKMന്റെയും നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇവിടെ നമ്മുടെ ഏരിയ സെക്രട്ടറി ഹിരൺ സൂചിപ്പിച്ചു. ഇന്തോ അമേരിക്കൻ കരാർ പൂർണ്ണമായിട്ടില്ല, ഇടക്കാല കരാറാണ്. ആ ഇടക്കാല കരാറിൽ പോലും ഉള്ള കാർഷിക മേഖലയിലെ അപകടകരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് ഈ സമരം നമ്മൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലും പൊതുസ്ഥലങ്ങളിലും ഇതിന്റെ സമരവേദിയാവുക. ഇന്തോ അമേരിക്കൻ ഇടക്കാല കരാറിന്റെ ഉള്ളടക്കം വളരെ ചുരുക്കി മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഏകദേശം $500 ബില്യൺ ഒരു ഇടക്കാല കരാറാണ് ഇപ്പോ ഒപ്പിടുന്നത്. ആ ഒപ്പിടുന്ന മന്ത്രിമാരും അല്ലെങ്കിൽ മോദി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കാർഷിക മേഖലയെ ബാധിക്കാൻ വലിയ രീതിയിൽ സാധ്യതയില്ല, കാർഷിക മേഖലയ്ക്ക് വലിയ കുഴപ്പം വരാൻ പോകുന്നില്ല. ഇതാണ് ഈ കരാറിനെ കുറിച്ച് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കരാർ നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് ആ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാവും. സോയാബീൻ എണ്ണ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ചുമന്ന ചോളം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സംസ്കരിച്ച് വാറ്റിയെടുത്ത ധാന്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ഇതിനു മുമ്പ് ഒപ്പിട്ട് കൊടുത്ത പല കരാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ഇതിന് തൊട്ടു മുമ്പാണ് യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാർ ഒപ്പിട്ടത്. അതിനുശേഷം ന്യൂസിലൻഡുമായി ഒരു കരാർ ഒപ്പിട്ടു. ഇതൊക്കെ ഈ സമീപ നാളുകളിൽ നടന്ന കരാറുകളാണ്. ഈ കരാറുകളുടെ ഉള്ളടക്കം ഇന്ത്യയിൽ നാം ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ ഇനിയും വില ഇടിയാനുള്ള സൗകര്യങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായിട്ടുള്ളത്. നമുക്കറിയാം, ലോക ജനസംഖ്യയിൽ 1ാമത്തെ രാജ്യമാണ് നമ്മൾ. ആ 1ാമത്തെ രാജ്യത്തേക്ക് ഇറക്കുമതിക്ക് വേണ്ടി നമ്മുടെ മാർക്കറ്റ് പൂർണ്ണമായും തുറന്നു കൊടുക്കുകയാണ്. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ മറ്റു രാജ്യങ്ങളുമായി മത്സരിച്ചോളാൻ. ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ സബ്സിഡി വാങ്ങിക്കൊണ്ടാണ് അവിടെ ഉൽപാദനം നടത്തുന്നത്. അവിടെ കൃഷിക്കാർക്ക് സബ്സിഡി ഉണ്ട്, ഗ്രാന്റുകളുണ്ട്, അതുപോലുള്ള ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ന്യായമായ വില കർഷകന് ലഭിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അത് അമേരിക്ക മാത്രമല്ല, മറ്റ് രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെയാണെങ്കിൽ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയാണ്, ഉൽപാദന ചെലവ് വർദ്ധിക്കുകയാണ്, രാസവളം കിട്ടാനില്ല, വില കൂടുകയാണ്. അതേപോലെ തന്നെ നമ്മൾ തുണ്ടുതുണ്ട് ഭൂമികളിലാണ് കൃഷി ചെയ്യുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കൃഷി ചെലവ് വലിയ തോതിൽ വർദ്ധിക്കും. ആ വർദ്ധിക്കുന്ന കൃഷി ചെലവിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ അപ്പുറത്ത് നിന്ന് കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളുമായി ഇന്ത്യയിൽ മത്സരിക്കുന്നത്. അത് ന്യൂസിലാൻഡ് നോക്കിയാലും അതുപോലെ തന്നെ മറ്റ് ആസിയൻ കരാർ നോക്കിയാലും ഈ കരാറെല്ലാം തന്നെ അതിന്റെ പ്രത്യേകത ഇതാണ്. വലിയ തോതിൽ സൗജന്യങ്ങൾ അവിടെ കൃഷിക്കാർക്ക് നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്നു, അവർക്ക് വലിയ ലാഭം കിട്ടുന്നു. പക്ഷെ ഇന്ത്യയിൽ ഇതിന്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക്, കച്ചവടക്കാർക്ക്, അതുപോലുള്ള ആളുകൾക്കാണ് നമ്മുടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൃഷിക്കാരന് കിട്ടുന്ന വിലയിടിവ്, അതിന്റെ ലാഭം മുഴുവൻ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി നമ്മൾ കാർഷിക മേഖല തകരും.
ഉൽപാദനം നടത്താൻ ആളില്ലാതെ വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ നാടിനെ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയാണ്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പരിമിതമായാലും കൈകാര്യം ചെയ്യുന്ന റേഷൻ സംവിധാനങ്ങളും തകരാറിലാവും. കാരണം ലഭ്യ വാങ്ങുന്നില്ല, അത് സംഭരിക്കുന്നില്ല, പൊതുമേഖലയിൽ അതിന്റെ ഉൽപാദനം നടക്കുന്നില്ല. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് എന്നുകൂടി പരിഗണിക്കുമ്പോൾ ഈ കരാറും മുമ്പ് ഒപ്പിട്ട കരാറും ഈ ഇടക്കാല കരാർ തന്നെ പൂർണ്ണ കരാറായി മാറുന്ന ഒരു അവസരം വന്നാൽ അതിഭീമമായ തകർച്ചയിലേക്ക് ഇന്ത്യൻ കാർഷിക മേഖലയിലും ഇന്ത്യയിലെ കൃഷിക്കാരും എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം മുൻ കരാറുകൾ എന്താണെന്ന്. അത് ഞാൻ സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം വിശദീകരിക്കുന്നില്ല. മുമ്പ് നമ്മൾ ഒപ്പിട്ടതാണ് ആശയം കരാർ. ആശയം കരാർ ഒപ്പിട്ടപ്പോൾ പറഞ്ഞു ഇവിടെ വലിയ വില കിട്ടും, റബ്ബറിനൊക്കെ വില കിട്ടും, നമുക്ക് കയറ്റി അയക്കാം. പക്ഷെ ആശയം കരാർ ഒപ്പിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? റബ്ബറിന് വിലയില്ല, പരുത്തി ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. അതേപോലെ തന്നെ പുറമേ നിന്ന് വാങ്ങി ഉപയോഗിക്കേണ്ട വലിയ പശ്ചാത്തല ചെലവുള്ള ഒരു ഉൽപ്പന്നത്തിനും വില ലഭിക്കുന്നില്ല. ഇത് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്, വീണ്ടും ശക്തിപ്പെടുകയാണ്. ആ അടിസ്ഥാനത്തിൽ ഈ കരാർ റദ്ദാക്കണം എന്നാണ്, താൽക്കാലിക കരാർ തന്നെ റദ്ദാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പുതിയ കരാർ അല്ലെങ്കിൽ പൂർണ്ണമായ കരാർ ഒപ്പിടുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇന്ത്യൻ കൃഷിക്കാർക്കുള്ളത് എന്നത് നമ്മളെ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ സമരം പോലെ ഒരു ഡൽഹി സമരത്തിലേക്ക് കൃഷിക്കാരാകെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം 29-ാം തീയതി അതിശക്തമായ ഒരു കൺവെൻഷൻ, അഖിലേന്ത്യാ കൺവെൻഷൻ അവിടെ നടക്കുകയാണ്. അതേപോലെ തന്നെ ഡൽഹിയിൽ. അത് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ കൺവെൻഷനുകൾ, ജില്ലയിൽ കൺവെൻഷനുകൾ, മൊത്തം ഇന്ത്യ ഇതിനെതിരായി ഒരു വലിയ പോരാട്ടത്തിലേക്ക് വരുന്നു. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ സൂചന എന്നുള്ള നിലക്ക് നടത്തുന്ന ഈ സമരം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും.